അപ്പൊ ഇതാരും വീട് ഇതിനോട്ടാ? ഇത് പാറമല കണ്ണാട്ടന്റെ. ആ പാറമല കണ്ണാട്ടുണ്ട്. വലിയ വീടല്ലേ? അടിപൊളി വീട്. കൃഷ്ണേട്ടാ, എവിടെ ഇനി പോയി? ഒരു കല്യാണം ഉണ്ടായിരുന്നു രമേശന്റെ മോളെ. ഇതായിരുന്നു? ഇതറിയില്ല ഏട്ടന്റെ മോൻ. എന്നെ മനസ്സിലായിട്ട് ചേട്ടാ? ഇല്ല. ഞാൻ നമ്മളെ അള്ളംകോട്ടെ മുരളീരമൻ. ഓ മുരളീരാമനാ നീ? അത് അവിടുന്ന് വിറ്റിട്ട് പോലെ അന്നേ പോയല്ലോ, ഇപ്പൊ കൊണ്ടേ പോയല്ലോ. ഇപ്പൊ ഇവിടെ താമസം നിങ്ങ? ഞാൻ ചെന്നൈയിലല്ല. അതെയാ? അവിടെ എന്താ പരിപാടി? ഇപ്പൊ ആള് ബിസിനസ് ബിസിനസ്സും കാര്യങ്ങളെല്ലാം അവിടെ ഫാമിലി ആയിട്ട് ചെന്നൈയിൽ തന്നെയല്ല. ആഹാ, പണ്ടേ പോയതല്ലേ ഇടുന്നു. അല്ല നിന്നെ ചെറിയ ഇത്ര കിട്ടാകുമ്പോ കണ്ടതില്ല, എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ. പണ്ടേ പോയതല്ലേ. അത് ശരി, ആയിക്കോ. നമ്മളെ ഐത്താട്ടന് ഇപ്പോ എടാ? ഓനങ്ങ് അമേരിക്ക അല്ലേ? ഓ അമേരിക്കല്ലേ? ഓ നല്ലോണം പഠിച്ചനല്ലോ. ഓ ശരി. പഠിച്ചിട്ട് നല്ല വലിയ ജോലിയാണ്, വലിയ നല്ല ഭാര്യയും മക്കളും എല്ലാം അവിടെ തന്നെ അമേരിക്കയിൽ തന്നെ. നല്ല കമ്പനിയിലായിരിക്കല്ലേ? ഭയങ്കര കമ്പനി. അപ്പൊ നമ്മളെ രാജീവനോ? ഓൻ ഡൽഹിയിലല്ലേ? ഡൽഹിയിലാ? ഓന് നല്ല പണി. മോൻ ഈ കോളേജില് പ്രൊഫസർ. ഓനും ഭാര്യയും മക്കളും എല്ലാം അവിടെ ഭയങ്കര സെറ്റപ്പിലാണ്. ഓന് നല്ലോണം പഠിച്ചില്ലല്ലോ. നാട്ടിലേക്കൊന്നും വരലില്ല അവര്? നാട്ടിലേക്ക് ഇതെല്ലാം ഇട്ടറിച്ചിട്ട് വരാൻ കഴിയും. അപ്പൊ നീ പറയുന്നത്? പിന്നെ നമ്മളെ നാരായണന്റെ നിങ്ങളെ ഇളയ മോൻ, അയാൾ എന്ത് ചെയ്യുന്നു? അതല്ലേ അവിടെ കിടക്കുന്നു. കൃഷിപ്പണി. ഓ ശരി. മോന് പഠിച്ചില്ലെങ്കിലോ? ഞാൻ ആലോചിച്ച് നോക്കറ. ഓന് പഠിച്ചില്ലെങ്കിലും ഇപ്പൊ അവരെ പല ഇവനും നല്ല നിലയിലെ തട്ടിയില്ലേ? കൃഷിപ്പണിയാണല്ലേ? കൃഷി എന്ത് കൃഷി? ആരണ്ടാ എന്തൊക്കെയുണ്ടാ വിശേഷം? മനസ്സിലായിട്ടാ? എന്നാ മനസ്സിലായിട്ട്? ഇല്ല. ഞാൻ ഉള്ളങ്ങോട്ടെ മുരളിയേട്ടൻ്റെ മോൻ. മുരളിയേട്ടൻ്റെ മോനായി? നീ ഇപ്പൊ? ഞാൻ ചെന്നൈയിലല്ല. അതെയാ? ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉഷാറിനെ? പിന്നെ അടിപൊളിയായിട്ട് പോകും. അതല്ലേ? എങ്ങനെയുണ്ട്? മോശമില്ല, ഇങ്ങനെ പോകുന്നു പണിയെല്ലായിട്ട്. കിട്ടിയ വീടാടും കിട്ടിയില്ല തരണ്ട. എന്റെ ഒരു കോയമ്പിനോട്ട് അങ്ങ് നീലേശ്വരം വരെ പോയി. അതെയാ? അച്ഛനില് കോയമ്പ്. അച്ഛൻ അധികാരം നിക്കാൻ കഴിയാ. ഇത് തടണം. ശരി എന്നാൽ ആയിക്കോട്ടെ. അകേ നാരായണനും കൂടി പഠിച്ചിട്ട് പണിക്ക് പോയിനെ കാണായിരുന്നു. ഇയാൾ നോക്കാനല്ലാതെ പച്ച വെള്ളം കിട്ടാതെ ചാടി.